നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ ഒരുപാട് നാളായി വളരെ നല്ല ബന്ധമാണ് ഉള്ളത്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള എമിഗ്രേഷൻ സംവിധാനം പരസ്പരം ബന്ധിക്കുമെന്ന് ഇന്ത്യൻ സ്ഥാനാധിപതിയായ ഡോക്ടർ ഔസാദ് സയ്യിദ് പറഞ്ഞു. സൗദി ഇന്ത്യ നയതന്ത്ര ബന്ധം എല്ലാ മേഖലയിലും പുരോഗതി നേടിയതായും ഇന്ത്യൻ സ്ഥാനാപതി അറിയിച്ചു കഴിഞ്ഞു. സൗദിയും ഇന്ത്യയും തമ്മിലുള്ള എമിഗ്രേഷൻ സംവിധാനം പരസ്പരം ബന്ധിക്കുന്നതോടുകൂടി സൗദിയിൽ എത്തുകയും തിരിച്ചു പോരുകയും ചെയ്യുന്ന ഇന്ത്യക്കാരുടെ കൃത്യമായ വിവരങ്ങൾ അറിയുവാൻ കഴിയുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സൗഹൃദ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ സമുദ്ര പരേദാർ എന്ന കപ്പലിൽ നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ പുരോഗതി ഇന്ത്യൻ സ്ഥാനപതി വ്യക്തമാക്കിയത്. കപ്പലിന്റെ ക്യാപ്റ്റൻ DIG അൻവർ ഖാനും എംബസി ഡിഫൻസ് അറ്റാച്ച് കേണൽ മനീഷ് നാഗ് പാലും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സൗദിയിലെ അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ, ബ്രിട്ടീഷ് എംബസി ഡിഫൻസ് അറ്റാച്ചെ, സൗദി നാവികസേന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായെന്നതും പ്രത്യേകതയാണ്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 28-ാം തീയതി ദമാം കിങ് അബ്ദുൽ അസീസ് തുറമുഖത്തെത്തിയ കപ്പൽ US സന്ദർശിച്ച ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു മടങ്ങുന്നതായിരിക്കും. സൗദി അറേബ്യ ഇന്ത്യൻ ബന്ധത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. തീവ്രവാദത്തിനെതിരെ ഇന്ത്യയും സൗദി അറേബ്യയും ചേർന്ന് നടത്തുന്ന പോരാട്ടത്തിന് നല്ല പുരോഗതി ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏഷ്യൻ രാജ്യങ്ങളായ സൗദിയും ഇന്ത്യയും അയൽ രാജ്യങ്ങളിൽ നിന്ന് ഒരുപോലെ സുരക്ഷാ ഭീഷണി നേരിടുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കിയുണ്ടായി. സൗദി സന്ദർശനത്തിനായി റിയാദിലെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും സംയുക്ത സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഈ സമിതി സ്ഥിരമായി യോഗം ചേരാറുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ സുരക്ഷാ മേഖലകളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. സുരക്ഷ, സഹകരണം, പ്രതിരോധം, വ്യവസായം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതാനും കരാറുകളിൽ ഒപ്പിടുന്നതായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. തുല്യതയ്ക്കും സുസ്ഥിര വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും. തന്ത്രപ്രധാന മേഖലകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ സൗദി അറേബ്യയുമായുള്ള ബന്ധത്തിന് ഏറെ ഉഭയകക്ഷി പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ പങ്കാളിത്തം ശക്തവും ആഴമേറിയതുമാണെന്നും എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് മികച്ച ഉഭയകക്ഷി ബന്ധമാണ് ഉള്ളതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.